Hi students, 6th semester BSc Physics, Solid State Spectroscopy and Laser Physics എന്ന പേപ്പറിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സ് സ്പെക്ട്രോസ്കോപ്പി റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ ബേസിക് എലമെന്റ്സ് ഓഫ് സ്പെക്ട്രോസ്കോപ്പി, പിന്നെ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി വരുന്നുണ്ട്, ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി വരുന്നുണ്ട്, ഏറ്റവും ഒടുവിലായിട്ട് രാമൻ സ്പെക്ട്രോസ്കോപ്പി വരുന്നുണ്ട്. അപ്പോൾ ഈ 4 ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബേസിക് എലമെന്റ്സ് ഓഫ് സ്പെക്ട്രോസ്കോപ്പി ഒന്ന് ഡിസ്കസ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത ഇനി വരാനിരിക്കുന്ന 3 ചാപ്റ്റേഴ്സ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി, മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി, രാമൻ സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ അത് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സ്പെക്ട്രോസ്കോപ്പിയെ കുറിച്ചിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്റർ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ആ ചാപ്റ്റേഴ്സൊക്കെ വ്യക്തതയോട് കൂടിയിട്ട് പഠിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യം എന്താണ് സ്പെക്ട്രം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സ്പെക്ട്രോസ്കോപ്പിയിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനമാണ് സ്പെക്ട്രം എന്താണ് എന്നുള്ളത്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഡിസ്പേഷൻ എന്ന് പറയുന്ന ലൈറ്റ് ഫിനോമിനയൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. വൈറ്റ് ലൈറ്റ് അതിലെ 7 വേവ് ലെങ്ത്തുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസ്പേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ വേവ് ലെങ്ത്ത് ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ സ്പെക്ട്രം എന്ന് വിളിച്ചു അല്ലേ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, അങ്ങനെയാണ്. ഇത് വൈറ്റ് ലൈറ്റിൻ്റെ മാത്രം ഒരു പ്രത്യേകതയൊന്നും അല്ല, വേറെയും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഉണ്ട് അല്ലേ. അതായത് റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, പിന്നെ വരുന്ന ആളാണ് നമ്മുടെ വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ്, എക്സ്റേ, ഗാമാറേ. അപ്പോൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് റേഡിയേഷന് ഏത് റേഡിയേഷന് വേണമെങ്കിലും ഈ രീതിയിൽ സ്പ്ലിറ്റായിട്ട് അതിലെ വേവ് ലെങ്ത്തുകൾ അല്ലേ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് കിട്ടാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊരു റേഡിയേഷൻ ആയിക്കോട്ടെ അതിങ്ങനെ അതിലെ വേവ് ലെങ്ത്ത് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേവ് ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്പെക്ട്രം എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ എ റേഡിയേഷൻ ഈസ് സ്പ്ലിറ്റഡ് ഇൻ ടു വേവ് ലെങ്ത്ത്, ഓക്കെ, ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേവ് ലെങ്ത്ത് നോൺ ആസ് സ്പെക്ട്രം. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേവ് ലെങ്ത്ത് ഡ്യൂ ടു ദ സ്പ്ലിറ്റിംഗ് ഓഫ് റേഡിയേഷൻ നോൺ ആസ് സ്പെക്ട്രം, അങ്ങനെ നമുക്ക് വിളിക്കാം. ഓക്കെ, ഒരു റേഡിയേഷൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ലഭിക്കുന്ന വേവ് ലെങ്ത്തുകളുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അതിനെയാണ് നമ്മൾ സ്പെക്ട്രം എന്ന് വിളിക്കുക. ഇപ്പോൾ പ്രിസത്തിലൂടെ വൈറ്റ് ലൈറ്റ് കടത്തി വിടുമ്പോൾ നമുക്ക് അതിലെ 7 വേവ് ലെങ്ത്തുകൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു വേവ് ലെങ്ത്ത് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കിട്ടുന്നു സ്ക്രീനിൽ അല്ലേ. അപ്പോൾ അതവിടെ സ്പെക്ട്രമാണ്, വിസിബിൾ ലൈറ്റിൻ്റെ സ്പെക്ട്രമാണത്. ഇനി റേഡിയോ വേവിന് അതേപോലെ തന്നെ അതിൻ്റെ റേഡിയോ വേവിലെ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്സ് ഉണ്ടാവും. അതിന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അത് റേഡിയോ വേവിൻ്റെ സ്പെക്ട്രമാണ്. ഇൻഫ്രാറെഡ് അങ്ങനെ കിട്ടും, അതേപോലെ തന്നെ മൈക്രോവേവിലെ സ്പെക്ട്രം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ കുറേ ഒരു വേവ് ലെങ്ത്ത് റേഞ്ച് ഉണ്ടാവും ഏതൊരു റേഡിയേഷൻ നമ്മൾ നോക്കിയാലും. അപ്പോൾ ആ വേവ് ലെങ്ത്ത് റേഞ്ചിൽ കുറേ വേവ് ലെങ്ത്തുകൾ വരാം. ആ വേവ് ലെങ്ത്തുകളൊക്കെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കിട്ടുമെങ്കിൽ അതെന്താണ്, സ്പെക്ട്രമാണ്. ഓക്കെ, അപ്പോൾ വെൻ എ റേഡിയേഷൻ ഈസ് സ്പ്ലിറ്റഡ് വി ഒബ്റ്റെയിൻ എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേവ് ലെങ്ത്സ്, ദാറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേവ് ലെങ്ത് നോൺ ആസ് സ്പെക്ട്രം, അങ്ങനെ നമുക്ക് വിളിക്കാം. ഇനി സ്പെക്ട്രോസ്കോപ്പി എന്താണ്? സ്പെക്ട്രോസ്കോപ്പി ഈസ് ദ സ്റ്റഡി ഓഫ് സ്പെക്ട്രം. ഓക്കെ, സ്പെക്ട്രത്തിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്പെക്ട്രോസ്കോപ്പി എന്ന് വിളിക്കുക. സ്പെക്ട്രോസ്കോപ്പ് എന്ന് പറയുന്ന ഡിവൈസിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് സാധാരണ സ്പെക്ട്രങ്ങളെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ പറയാം, സ്പെക്ട്രോസ്കോപ്പി ഈസ് ദ സ്റ്റഡി ഓഫ് സ്പെക്ട്രം യൂസിങ് ദ ഡിവൈസ് സ്പെക്ട്രോസ്കോപ്പ് എന്ന് വിളിക്കാം. ഇനി നോക്കുക, സ്പെക്ട്രോസ്കോപ്പ് എന്താണ്? സ്പെക്ട്രം സ്റ്റഡി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് സ്പെക്ട്രോസ്കോപ്പ്. അതായത് റേഡിയേഷനെ വേവ് ലെങ്ത്തുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയും ആ വേവ് ലെങ്ത്തുകളെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്ന ഡിവൈസാണ് സ്പെക്ട്രോസ്കോപ്പ്, അങ്ങനെ പറയാം. ഡിവൈസ് യൂസ്ഡ് ടു സ്പ്ലിറ്റ് റേഡിയേഷൻ ഇൻ ടു വേവ് ലെങ്ത്സ് ആൻഡ് ആൾസോ ദോസ് വേവ് ലെങ്ത്സ് ക്യാൻ ബി സ്റ്റഡീഡ്. ഓക്കെ, ദാറ്റ് ഡിവൈസ് ഈസ് നോൺ ആസ് സ്പെക്ട്രോസ്കോപ്പ്. ഇനി സ്പെക്ട്രോമീറ്റർ ഉണ്ട്, നമുക്ക് സ്പെക്ട്രൽ വേവ് ലെങ്ത്ത് കിട്ടും അല്ലേ. റേഡിയേഷൻ സ്പെക്ട്രൽ ലൈൻസ് ആയിട്ട് സ്പെക്ട്രൽ ബാൻഡ്സ് ആയിട്ടൊക്കെ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന വേവ് ലെങ്ത്തുകളെ സ്പെക്ട്രൽ വേവ് ലെങ്ത്സ് എന്ന് വിളിക്കാം. ആ സ്പെക്ട്രൽ വേവ് ലെങ്ത്സിനെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്യുന്ന ഡിവൈസാണ് സ്പെക്ട്രോമീറ്റർ. നമ്മൾ ലാബിലൊക്കെ ഉപയോഗിക്കുന്ന സ്പെക്ട്രോമീറ്റർ അല്ലേ. അപ്പോൾ ലാബിൽ നമ്മൾ പ്രിസം ടേബിളിൻ്റെ മുകളിൽ നമ്മൾ പ്രിസം വെച്ചു, വൈറ്റ് ലൈറ്റ് അതിലൂടെ പാസ് ചെയ്തു, നമുക്ക് സ്പെക്ട്രൽ ലൈൻസ് കിട്ടുന്നു. ആ സ്പെക്ട്രൽ ലൈൻസിൻ്റെ ആ വേവ് ലെങ്ത്ത് കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് സ്പെക്ട്രോമീറ്റർ ഉപയോഗിക്കാം. അതായത് ഓരോ വേവ് ലെങ്ത്തുകളെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റഡി ചെയ്യാം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ സ്പെക്ട്രോമീറ്റർ ഈസ് ദ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റഡി സ്പെക്ട്രൽ വേവ് ലെങ്ത് എന്ന് നമുക്ക് പറയാം. ഇനി വേറൊരു ഡിവൈസാണ് സ്പെക്ട്രോഗ്രാഫ്. സ്പെക്ട്രോഗ്രാഫ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റേഡിയേഷനെ സ്പെക്ട്രൽ വേവ് ലെങ്ത്സ് ആയിട്ട് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. പ്ലസ് ആ സ്പെക്ട്രൽ വേവ് ലെങ്ത്തിൻ്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള സ്പെക്ട്രത്തിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യിപ്പിക്കാനും ഈ ഒരു സ്പെക്ട്രോഗ്രാഫ് എന്ന് പറയുന്ന ഡിവൈസിന് സാധിക്കും. ഡിവൈസ്
which split radiation into wavelength and also take a photograph of the spectrum. Okay, radiation spectral wavelengths ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, അങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുന്ന സ്പെക്ട്രത്തിൻ്റെ ഫോട്ടോഗ്രാഫ് എടുക്കുന്നു. അങ്ങനത്തെ ഡിവൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെക്ട്രോഗ്രാഫ്. ഓക്കെ, ഇനി ആ ഫോട്ടോ ഓഫ് സ്പെക്ട്രത്തിനെ നമ്മൾ സ്പെക്ട്രോഗ്രാം എന്നാണ് പറയുക. ഓക്കെ, ഫോട്ടോഗ്രാഫ് ഓഫ് സ്പെക്ട്രം ഒബ്റ്റെയിൻഡ് യൂസിങ് സ്പെക്ട്രോഗ്രാഫ് ഈസ് നോൺ ആസ് സ്പെക്ട്രോഗ്രാം. ഇതൊക്കെയാണ് സ്പെക്ട്രോസ്കോപ്പിയുമായിട്ട് ബന്ധപ്പെട്ട ടേംസ്. ടൈപ്സ് ഓഫ് സ്പെക്ട്രയാണ് ഇനി പറയുന്നത്. സ്പെക്ട്രകളെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: എമിഷൻ സ്പെക്ട്ര, അബ്സോർപ്ഷൻ സ്പെക്ട്ര. അതിൽ എമിഷൻ സ്പെക്ട്ര എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളൊരു റേഡിയേഷൻ്റെ സോഴ്സ് ആണെന്ന് കരുതുക. അത് ഒരു മോണോക്രോമാറ്റിക് സോഴ്സ് ആണെങ്കിൽ പോലും നമ്മൾ അതിൽ നിന്ന് വരുന്ന റേഡിയേഷനെ ഒരു സ്പെക്ട്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിലധികം വേവ് ലെങ്ത്തുകളുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. അതായത് ഏതൊരു ഇലക്ട്രോമാഗ്നറ്റിക് സോഴ്സും എ നമ്പർ ഓഫ് വേവ് ലെങ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, എമിറ്റ് ചെയ്യുന്നത്. സോഴ്സ് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന സ്പെക്ട്രയാണ് നമ്മൾ എമിഷൻ സ്പെക്ട്ര എന്ന് വിളിക്കുക. സ്പെക്ട്ര ഒബ്റ്റെയിൻഡ് ബൈ സ്പ്ലിറ്റിംഗ് റേഡിയേഷൻ എമിറ്റഡ് ഫ്രം എ റേഡിയേഷൻ സോഴ്സ് ഈസ് നോൺ ആസ് എമിഷൻ സ്പെക്ട്ര. ഈ എമിഷൻ സ്പെക്ട്രയെ നമുക്ക് മൂന്നായിട്ട് അഗെയിൻ ക്ലാസിഫൈ ചെയ്യാം: കണ്ടിന്യൂസ് സ്പെക്ട്ര, ബാൻഡ് സ്പെക്ട്ര, ലൈൻ സ്പെക്ട്ര. ഇതിൽ കണ്ടിന്യൂസ് സ്പെക്ട്രയാണ് ആദ്യം പറയുന്നത്. കണ്ടിന്യൂസ് സ്പെക്ട്ര ഈസ് എ സ്പെക്ട്ര ഇൻ വിച്ച് വേവ് ലെങ്ത്സ് ആർ distributed as lines or bands with no spacing or separation between them. അതായത് ഒരു റേഡിയേഷനെ ലൈൻസ് ആയിട്ടോ അല്ലെങ്കിൽ ബാൻഡ്സ് ആയിട്ടോ സെപ്പറേറ്റ് ചെയ്യുകയാണ്. സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുകയാണ്. ആ ബാൻഡ്സിൻ്റെയും ലൈൻസിൻ്റെയും ഇടയിലൊന്നും ഒരു സ്പേസിങ് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ വയലറ്റ് ലൈൻ കഴിഞ്ഞു, ഓക്കെ, അടുത്ത് വരുന്ന ഇൻഡിഗോ, അടുത്തത് ബ്ലൂ, ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിൻ്റെ ഇടയിൽ ഒരു സ്പേസിങ് ഇല്ല, അതായത് അവയെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്പേസിങ്ങും ഇല്ല. അത്തരം സ്പെക്ട്രയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടിന്യൂസ് സ്പെക്ട്ര. വേവ് ലെങ്ത്സ് ആർ സ്പ്ലിറ്റഡ് ആസ് ലൈൻസ് ഓർ ബാൻഡ്സ് വിത്ത് നോ സ്പേസിംഗ് ഓർ സെപ്പറേഷൻ ബിറ്റ്വീൻ ദം. സച്ച് സ്പെക്ട്ര ഈസ് നോൺ ആസ് കണ്ടിന്യൂസ് സ്പെക്ട്ര. അതിന് എക്സാമ്പിളാണ് സ്പെക്ട്ര ഫ്രം കാർബൺ ആൻഡ് അയേൺ വെൻ ദേ ആർ ഹീറ്റഡ് ടു ഗ്ലോ. അതായത് കാർബണ് അതുപോലെ തന്നെ അയണ് അതൊക്കെ നന്നായിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യപ്പെടും. അതിൻ്റെ സ്പെക്ട്ര നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്ന സ്പെക്ട്ര ഇത്തരത്തിലൊരു സ്പെക്ട്രയായിരിക്കും. ബാൻഡ്സോ ലൈൻസോ ആയിരിക്കും വേവ് ലെങ്ത്തിൻ്റെ. അതിൻ്റെ ഇടയിൽ സ്പേസിങ്ങോ സെപ്പറേഷനോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് എക്സാമ്പിൾ സ്പെക്ട്ര ഓഫ് കാർബൺ ആൻഡ് അയേൺ വെൻ ദേ ആർ ഹീറ്റഡ് ടു ഗ്ലോ. ദാറ്റ് ഈസ് എ എക്സാമ്പിൾ ഫോർ കണ്ടിന്യൂസ് എമിഷൻ സ്പെക്ട്ര. ദെൻ ബാൻഡ് സ്പെക്ട്രയാണ്. In band spectra, wavelengths are distributed as bands which are separated by dark spacing between them or dark regions between them. അതായത് ഇവിടെ ഒരു റേഡിയേഷനിലെ വേവ് ലെങ്ത്തുകൾ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് ബാൻഡുകളായിട്ടാണ്. ഈ ബാൻഡുകൾക്കിടയിൽ ഡാർക്ക് റീജിയൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ബാൻഡുകളെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത്തരം സ്പെക്ട്രകളെ നമ്മൾ ബാൻഡ് സ്പെക്ട്ര എന്ന് വിളിക്കുന്നു. ഈ ബാൻഡ് സ്പെക്ട്ര നമ്മൾ ഒന്നുകൂടി ക്ലോസ് ആയിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കുറേ സ്മോൾ ലൈൻസ് കാണാം. ഓരോ ബാൻഡ് എടുത്തു കഴിഞ്ഞാൽ, ഓരോ വേവ് ലെങ്ത്തിൻ്റെയും ബാൻഡുകൾ എടുത്തു കഴിഞ്ഞാൽ ആ ബാൻഡുകളിൽ കുറേ സ്മോൾ ലൈൻസ് കാണാം. ഈ ലൈൻസിനെ നമ്മൾ ഫൈൻ ലൈൻസ് എന്നാണ് വിളിക്കുക. സ്മോൾ ലൈൻസ് ഓൺ ദ ബാൻഡ്സ് ഓഫ് ദ ബാൻഡ് സ്പെക്ട്ര നോൺ ആസ് ഫൈൻ ലൈൻസ്. ഓക്കെ, സ്പെക്ട്ര ഫ്രം കാർബൺ കോമ്പൗണ്ട്സ് എക്സാമ്പിൾ ഫോർ ബാൻഡ് സ്പെക്ട്ര. കാർബൺ കോമ്പൗണ്ടിൽ നിന്ന് വരുന്ന എമിഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത് ബാൻഡ് സ്പെക്ട്രയാണ്. ഓക്കെ, ദെൻ ലൈൻ സ്പെക്ട്രയാണ് അടുത്തതായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ലൈൻ സ്പെക്ട്ര എന്ന് പറയുമ്പോൾ ഹിയർ വേവ് ലെങ്ത്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ലൈൻസ് ഓഫ് വേവ് ലെങ്ത്സ് വിച്ച് ആർ സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡാർക്ക് സ്പേസിംഗ് ബിറ്റ്വീൻ ദം. അതായത് ഇവിടെ ബ്രൈറ്റ് ലൈൻസ് ആയിട്ടാണ് വേവ് ലെങ്ത്തുകൾ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ ബ്രൈറ്റ് ലൈൻസിൻ്റെ ഒക്കെ ഇടയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡാർക്ക് സ്പേസിങ് വരും. അതായത് വയലറ്റിൻ്റെ ഒരു ലൈന്, പിന്നെ ഒരു ഡാർക്ക് സ്പേസിങ് കഴിഞ്ഞിട്ടാണ് ഇൻഡിഗോൻ്റെ ഒരു ലൈൻ വരിക, പിന്നെ ഒരു ഡാർക്ക് സ്പേസിങ് കഴിഞ്ഞിട്ടാണ് ബ്ലൂവിൻ്റെ ലൈൻ വരിക. ആ രീതിയിലുള്ളൊരു സ്പെക്ട്ര, അതിനെയാണ് നമ്മൾ ലൈൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. വേവ് ലെങ്ത്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ബ്രൈറ്റ് ലൈൻസ് വിച്ച് ആർ സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡാർക്ക് സ്പേസിങ് ബിറ്റ്വീൻ ദം. സച്ച് സ്പെക്ട്ര ഈസ് നോൺ ആസ് ലൈൻ സ്പെക്ട്ര. ഇപ്പം നമ്മൾ സോഡിയം
ആ സോഡിയത്തിൻ്റെ സ്പെക്ട്ര നമ്മൾ സോഡിയം വേപ്പർ ലാബിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ സോഡിയത്തിൻ്റെ സ്പെക്ട്ര നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്പെക്ട്രയിൽ പ്രധാനമായിട്ടും 2 ലൈൻസ് ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക. ഈ 2 ലൈൻസിൻ്റെ ഇടയിൽ ഒരു സ്മോൾ സ്പേസിംഗ് ഉണ്ടാവും, ഡാർക്ക് സ്പേസിംഗും ഉണ്ടാവും. ആ ലൈൻസിൻ്റെ വേവ് ലെങ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നിൻ്റെ 589 നാനോമീറ്റർ ആയിരിക്കും, മറ്റതിൻ്റെ 589.6 നാനോമീറ്റർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആ 2 ലൈൻസിനെ നമ്മൾ വിളിക്കുക ഡി ലൈൻസ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സോഡിയത്തിൽ നിന്ന് ലഭിക്കുന്ന ലൈൻ എമിഷൻ സ്പെക്ട്ര അതിനെ നമ്മൾ വിളിക്കുക ഡി ലൈൻസ് എന്നാണ്. 589 നാനോമീറ്റർ 589.6 നാനോമീറ്റർ വേവ് ലെങ്ത്തുകളാണ് ആ ലൈനുകൾക്ക് ഉണ്ടാവുക. ഓക്കെ, എമിഷൻ സ്പെക്ട്ര ഓഫ് മോസ്റ്റ് ഓഫ് ദ ഗ്യാസസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ലൈൻ സ്പെക്ട്ര അല്ലേ. അതായത് മോസ്റ്റ് ഓഫ് ദ ഗ്യാസസിൻ്റെയും എമിഷൻ സ്പെക്ട്ര എന്താണ്? ലൈൻ സ്പെക്ട്രയാണ്. ഇനി നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്ര നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ, ഹൈഡ്രജൻ്റെ എമിഷൻ സ്പെക്ട്ര സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് 4 ലൈൻസ് ഉണ്ടാവും, 4 ബ്രൈറ്റ് ലൈൻസ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ സ്പേസിംഗ് ആയിരിക്കും. ഓക്കെ, അതാണ് ഹൈഡ്രജൻ്റെ എമിഷൻ സ്പെക്ട്രയുടെ പ്രത്യേകത. അപ്പോൾ നോക്കുക, ടൈപ്സ് ഓഫ് സ്പെക്ട്രയാണ് പറഞ്ഞത്. സ്പെക്ട്ര ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു എമിഷൻ സ്പെക്ട്ര ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്ര. എമിഷൻ സ്പെക്ട്ര അഗെയിൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു കണ്ടിന്യൂസ് സ്പെക്ട്ര, ബാൻഡ് സ്പെക്ട്ര ആൻഡ് ലൈൻ സ്പെക്ട്ര. സ്പെക്ട്രകളെ നമുക്ക് എമിഷൻ സ്പെക്ട്ര, അബ്സോർപ്ഷൻ സ്പെക്ട്ര എന്നിങ്ങനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എമിഷൻ സ്പെക്ട്രയെ നമുക്ക് വീണ്ടും കണ്ടിന്യൂസ് സ്പെക്ട്ര, ബാൻഡ് സ്പെക്ട്ര, ലൈൻ സ്പെക്ട്ര എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അതിലാദ്യം കണ്ടിന്യൂസ് സ്പെക്ട്ര പറഞ്ഞു. സ്പെക്ട്ര ഇൻ വിച്ച് വേവ് ലെങ്ത്സ് ആർ അറേഞ്ച്ഡ് ആസ് നമ്പർ ഓഫ് ലൈൻസ് ഓർ ബാൻഡ്സ് വിതൗട്ട് ഹാവിങ് എനി സെപ്പറേഷൻ ബിറ്റ്വീൻ ദം. വേവ് ലെങ്ത്തുകൾ ലൈൻസ് ആയിട്ടോ ബാൻഡ്സ് ആയിട്ടോ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്പെക്ട്രയാണ്. പക്ഷേ ഈ ലൈനുകളുടെയും ബാൻഡുകളുടെയും ഇടയിലൊന്നും ഒരു സെപ്പറേഷനും ഉണ്ടാവില്ല, കണ്ടിന്യൂസ് ആയിരിക്കും. എമിഷൻ സ്പെക്ട്ര ഓഫ് കാർബൺ ആൻഡ് അയൺ വെൻ ദേ ആർ ഹീറ്റഡ് ടു ഗ്ലോ ആർ കണ്ടിന്യൂസ് സ്പെക്ട്ര. കാർബൺ അയണൊക്കെ ഹീറ്റ് ചെയ്ത് ഗ്ലോ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന എമിഷൻ സ്പെക്ട്ര കണ്ടിന്യൂസ് സ്പെക്ട്രയാണ്. അതിൽ ഒന്നല്ലെങ്കിൽ ലൈൻസ് അല്ലെങ്കിൽ ബാൻഡ്സ് അതിൻ്റെ ഇടയിൽ സ്പേസിംഗ് ഒന്നും ഇല്ലാത്ത രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടും. സൺലൈറ്റ് സ്പെക്ട്ര ഈസ് കണ്ടിന്യൂസ് സ്പെക്ട്ര. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സണ്ണിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെ നമ്മൾ സ്പെക്ട്ര ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക കണ്ടിന്യൂസ് സ്പെക്ട്രയാണ്. ഓക്കെ, ഇനി ബാൻഡ് സ്പെക്ട്രയാണ് രണ്ടാമത്തെ ടൈപ്പ്. Spectra in which wavelengths are arranged as number of bands separated by dark regions known as band spectra. അതായത് വേവ് ലെങ്ത്തുകളെ നമ്മൾ ഇടയിൽ ഡാർക്ക് റീജിയൻസ് വെച്ച് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നമ്പർ ഓഫ് ബാൻഡ്സ് ആയിട്ട് കാണിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള സ്പെക്ട്രയെ നമ്മൾ പറയുന്ന പേരാണ് ബാൻഡ് സ്പെക്ട്ര. വൺ എൻഡ് ഓഫ് ബാൻഡ് സ്പെക്ട്ര ഈസ് ഷാർപ്പ് ആൻഡ് ഈസ് ഫേഡഡ് വെൻ ഗോയിങ് ടു ദ അതർ എൻഡ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. അതായത് ഈ ബാൻഡ് സ്പെക്ട്രയുടെ ഒരു എൻഡ് കുറച്ച് ഷാർപ്പായിരിക്കും, കുറച്ച് ഇൻറ്റൻസ്ഡ് ആയിരിക്കും. മറ്റേ എൻഡിലേക്ക് പോകുന്തോറും അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇങ്ങനെ കുറഞ്ഞു വരും. അതായത് കുറേ ബാൻഡുകളാണല്ലോ, അപ്പോൾ ഒരു തലക്കത്തെ ബാൻഡ് നല്ല ഇൻറ്റൻസ്ഡ് ആയിരിക്കും, ഷാർപ്പായിരിക്കും. മറ്റേ എൻഡിലേക്ക് പോകുന്തോറും അതിങ്ങനെ ഫേഡഡ് ആയിട്ട് വരും, ഇങ്ങനെ മങ്ങി വരും. ഷാർപ്പ് എൻഡ് ഓഫ് ദ ബാൻഡ് സ്പെക്ട്രയെ നമ്മൾ ഹെഡ് എന്നാണ് വിളിക്കുക. ഷാർപ്പ് എൻഡ് ഓഫ് ദ ബാൻഡ് സ്പെക്ട്ര ഈസ് നോൺ ആസ് ഹെഡ്. ഇനി മൈന്യൂട്ട് ലൈൻസ് ഓൺ ബാൻഡ്സ് നോൺ ആസ് ഫൈൻ ലൈൻസ്. ഓക്കെ, ഈ ബാൻഡുകളിൽ കാണുന്ന മൈന്യൂട്ട് ലൈൻസിന് നമ്മൾ ഫൈൻ ലൈൻസ് എന്നാണ് വിളിക്കുക. എക്സാമ്പിൾ കാണാം, എമിഷൻ സ്പെക്ട്ര ഓഫ് കാർബൺ കോമ്പൗണ്ട്സ്. കാർബൺ കോമ്പൗണ്ട്സിൻ്റെ എമിഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത് ബാൻഡ് സ്പെക്ട്രയാണ്. ഓക്കെ, ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് അതിൻ്റെയൊക്കെ സ്പെക്ട്ര അല്ലേ. ഇനി നോക്കുക, ലൈൻ സ്പെക്ട്രയാണ് മൂന്നാമത്തെ ടൈപ്പ്. സ്പെക്ട്ര ഇൻ വിച്ച് വേവ് ലെങ്ത്സ് ആർ അറേഞ്ച്ഡ് ആസ് നമ്പർ ഓഫ് ബ്രൈറ്റ് ലൈൻസ് സെപ്പറേറ്റഡ് ബൈ ഡാർക്ക് സ്പേസിംഗ്. അതായത് ഒരു റേഡിയേഷനിലെ വേവ് ലെങ്ത്തുകൾ നമ്പർ ഓഫ് ബ്രൈറ്റ് ലൈൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു അല്ലേ. ആ ലൈൻസിൻ്റെ ഇടയിൽ ഡാർക്ക് സ്പേസിങ് വരുന്നുണ്ടെങ്കിൽ അവ സെപ്പറേറ്റ് ചെയ്തുള്ള ഒരു സ്പെക്ട്രയാണ്. അത് നമ്മൾ ലൈൻ സ്പെക്ട്ര എന്നാണ് വിളിക്കുക. എമിഷൻ സ്പെക്ട്ര ഓഫ് മോസ്റ്റ് ഓഫ് ദ ഗ്യാസസ് ആർ ലൈൻ സ്പെക്ട്ര. മോസ്റ്റ് ഓഫ് ദ ഗ്യാസസും എമിറ്റ് ചെയ്യുന്ന സ്പെക്ട്ര ലൈൻ സ്പെക്ട്രയാണ്. ഇത്തരത്തിലുള്ള കുറേ ബ്രൈറ്റ് ലൈൻസ് അതിൻ്റെ ഇടയിൽ ഡാർക്ക് സ്പേസിംഗ് എന്നുള്ള രീതിയിലുള്ള സ്പെക്ട്രയാണ്. എമിഷൻ സ്പെക്ട്ര ഓഫ് സോഡിയം കൺസിസ്റ്റ് ഓഫ് 2 ലൈൻസ് നോൺ ആസ് ഡി ലൈൻസ് ഓഫ് വേവ് ലെങ്ത് 589 നാനോമീറ്റർ ആൻഡ് 589.6 നാനോമീറ്റർ. സോഡിയത്തിൻ്റെ എമിഷൻ സ്പെക്ട്രയിൽ 589 നാനോമീറ്ററിൻ്റെയും 589.6 നാനോമീറ്ററിൻ്റെയും വേവ് ലെങ്ത്തുള്ള 2 ലൈൻസ് ആണ് ഉണ്ടാവുക. അതിനെ നമ്മൾ ഡി ലൈൻസ് എന്നാണ് വിളിക്കുക. ഓക്കെ, എമിഷൻ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ കൺസിസ്റ്റ് ഓഫ് 4 ലൈൻസ്. ഓക്കെ, ഹൈഡ്രജൻ്റെ എമിഷൻ സ്പെക്ട്രയിലാവട്ടെ 4 ലൈൻസ് ആണ്. ഇവിടെ 2 ലൈൻസ് ആണല്ലോ സോഡിയത്തിൻ്റേത്, അതുപോലെ ഹൈഡ്രജനിൽ 4 ലൈൻസ് ആണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എത്രയോ ആണ് എമിഷൻ സ്പെക്ട്ര പറയുന്നത്. ഇനി നമുക്ക് അബ്സോർപ്ഷൻ സ്പെക്ട്ര നോക്കാം. അബ്സോർപ്ഷൻ സ്പെക്ട്രയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എമിഷൻ സ്പെക്ട്ര കണ്ടു, അതിലെ ഒരു ക്ലാസിഫിക്കേഷനാണ് കണ്ടിന്യൂസ് സ്പെക്ട്ര എന്നുള്ളത്. അപ്പോൾ കണ്ടിന്യൂസ് സ്പെക്ട്രയിൽ നമുക്ക് കിട്ടുക ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ നമ്പർ ഓഫ് വേവ് ലെങ്ത്സ് വിത്തൗട്ട് ഹാവിങ് എനി സ്പേസിംഗ് ബിറ്റ്വീൻ ദം. അതായത് ഇടയ്ക്ക് സ്പേസിംഗ് ഒന്നും ഇല്ലാതെ കുറേ വേവ് ലെങ്ത്തുകൾ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്നുള്ള രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടിന്യൂസ് സ്പെക്ട്ര അതിനെ നമ്മൾ
ഒരു സോഡിയം വേപ്പർ അല്ലേ, സോഡിയം വേപ്പറിലൂടെ നമ്മൾ കടത്തിവിടുകയെന്ന് കരുതുക. അപ്പോൾ സോഡിയം വേപ്പറിൻ്റെ എമിഷൻ സ്പെക്ട്ര നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. രണ്ട് ലൈൻസ് ഡി ലൈൻസ് ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത് 589 നാനോമീറ്റർ 589.6 നാനോമീറ്ററിൻ്റെ രണ്ട് ലൈൻസ്. അപ്പോൾ ഈ എമിഷൻ സ്പെക്ട്ര ഉണ്ടാവാനുള്ള കാരണം ആദ്യം മനസ്സിലാക്കണം. ഇവിടെ നോക്കുക, ഈ സോഡിയം ഗ്യാസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറേ ആറ്റംസ് ഹയർ എനർജി ലെവൽസിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഹയർ എനർജി ലെവൽസിൽ നിന്ന് ലോവർ എനർജി ലെവൽസിലേക്ക് ഈ ആറ്റംസ് ഡീഎക്സൈറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഡീഎക്സൈറ്റ് ചെയ്യപ്പെടുമ്പോൾ ഈ ഹയർ എനർജി ലെവലിൻ്റെയും ലോവർ എനർജി ലെവലിൻ്റെയും ഇടയിൽ ഒരു എനർജി ഡിഫറൻസ് ഉണ്ടാവും അല്ലേ. ആ എനർജി ഡിഫറൻസ് ഫോട്ടോൺസ് ആയിട്ട് എന്ത് ചെയ്യാണ്, എമിറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ രണ്ട് ലോവർ എനർജി ലെവൽസിലേക്ക് ഇതിന് ഡീഎക്സൈറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഫലമായിട്ട് രണ്ട് ടൈപ്പ് എനർജി ഡിഫറൻസ് അവിടെ ഉണ്ടാവും. കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് വേവ് ലെങ്ത്തുകളിലുള്ള ഫോട്ടോൺസ് അതിൽ നിന്നുണ്ടാവും. ആ രണ്ട് വേവ് ലെങ്ത്തുകളിലുള്ള ഫോട്ടോൺസ് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് 589 നാനോമീറ്റർ വേവ് ലെങ്ത്തിൻ്റെ ഒരു ലൈനും 589.6 നാനോമീറ്ററിൻ്റെ ഒരു ലൈനും നമുക്ക് കിട്ടുന്നത്, ഡി ലൈൻസ് കിട്ടുന്നത്. ഇനി അതേപോലെ തന്നെ ഈ സോഡിയം വേപ്പറിൽ ലോവർ എനർജി ലെവൽസിൽ കുറേ ആറ്റംസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടിന്യൂസ് സ്പെക്ട്ര അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ ലോവർ എനർജി ലെവൽസിലുള്ള ആറ്റംസ് ആ കണ്ടിന്യൂസ് സ്പെക്ട്രയിലെ കുറേ എനർജി എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. എന്നിട്ട് അബ്സോർബ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും, ഹയർ എനർജി ലെവൽസിലേക്ക് എക്സൈറ്റ് ചെയ്യും. അങ്ങനെ എക്സൈറ്റ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് സ്പെക്ട്ര ആ ഗ്യാസിന് ശേഷം കണ്ടിന്യൂസ് സ്പെക്ട്ര നമുക്ക് കിട്ടും. സോഡിയം വേപ്പറിന് ശേഷം കണ്ടിന്യൂസ് സ്പെക്ട്ര അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ആ സോഡിയം വേപ്പറിന് ശേഷമുള്ള ആ സ്പെക്ട്ര നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന അത് അബ്സോർബ് ചെയ്ത എനർജി ഉണ്ടല്ലോ, ആ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടായിരിക്കും, വേവ് ലെങ്ത്തുകൾ ഉണ്ടായിരിക്കും അല്ലേ. ഫോട്ടോൻ്റെ എനർജി പറയുമ്പോൾ h nu ആണ്, ന്യൂ എന്ന് പറയുന്നത് c/λ. അപ്പോൾ ആ h nu എന്ന് പറയുന്ന ആ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും, വേവ് ലെങ്ത്തുകൾ ഉണ്ടാവും. ആ വേവ് ലെങ്ത്തുള്ള റേഡിയേഷൻ അല്ലെങ്കിൽ ആ വേവ് ലെങ്ത്ത് ഈ പറയുന്ന സ്പെക്ട്രയിൽ എന്തായിരിക്കും, ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ വേവ് ലെങ്ത്തുകളുടെ പൊസിഷനിൽ നമുക്ക് ഡാർക്ക് ലൈൻസ് ആണ് കിട്ടുക. അതായത് 589 നാനോമീറ്റർ എന്ന് പറയുന്ന ആ വേവ് ലെങ്ത്തും 589.6 നാനോമീറ്റർ എന്ന് പറയുന്ന വേവ് ലെങ്ത്തും നമുക്ക് ലഭ്യമാവുന്ന ആ ഒരു കണ്ടിന്യൂസ് സ്പെക്ട്ര ആ സോഡിയം വേപ്പർ ലാമ്പിന് ശേഷം നമുക്ക് ലഭിക്കില്ല. അത് ആബ്സെൻ്റ് ആയിരിക്കും അവിടെ. കാരണം എന്താണ്, ആ വേവ് ലെങ്ത്തുകൾ അബ്സോർബ് ചെയ്തിട്ടാണ് ലോവർ എനർജി ലെവലിലുള്ള സോഡിയം ആറ്റംസ് എന്ത് ചെയ്ത് ഹയർ എനർജി ലെവൽസിലേക്ക് എക്സൈറ്റ് ചെയ്യപ്പെട്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലഭിക്കുന്ന കണ്ടിന്യൂസ് സ്പെക്ട്രയിൽ ഡാർക്ക് ലൈൻസ് അല്ലേ, 589 നാനോമീറ്ററിൻ്റെ അവിടെയും 589.6 നാനോമീറ്ററിൻ്റെ അവിടെയും ഡാർക്ക് ലൈൻസ് ആണ് കിട്ടുന്നത്. അങ്ങനെ ഡാർക്ക് ലൈൻസോട് കൂടി കിട്ടുന്ന അല്ലേ കണ്ടിന്യൂസ് സ്പെക്ട്രയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. അതിന് കാരണം ഇതാണ്, കണ്ടിന്യൂസ് സ്പെക്ട്രയിലെ സം എനർജി ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവൽസിലേക്ക് എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സബ്സ്റ്റൻസിലെ ആറ്റംസ് ഉപയോഗിക്കുന്നു അല്ലേ. അതായത് കണ്ടിന്യൂസ് സ്പെക്ട്രയെ ഒരു സബ്സ്റ്റൻസിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്പെക്ട്ര എന്ന് പറയുന്നത് ഡാർക്ക് ലൈൻസോട് കൂടിയതോ അല്ലെങ്കിൽ ഡാർക്ക് ബാൻഡ്സോട് കൂടിയതോ ആയിട്ടുള്ള സ്പെക്ട്ര ആയിരിക്കും. ഓക്കെ, അത്തരം സ്പെക്ട്രയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അബ്സോർപ്ഷൻ സ്പെക്ട്ര. അബ്സോർപ്ഷൻ സ്പെക്ട്ര ഈസ് ദ സ്പെക്ട്ര ഒബ്റ്റെയിൻഡ് when continuous spectra is passed through substances which consist dark lines on the continuous spectra due to the absorption of energy by the atoms to excite from lower energy levels to higher energy levels. Lower energy level നിന്ന് higher energy levelsലേക്ക് ആറ്റംസ് എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് സ്പെക്ട്രയിലെ ചില വേവ് ലെങ്ത്തുകളെ അബ്സോർബ് ചെയ്യുകയും ആ വേവ് ലെങ്ത്തുകളെ നമുക്ക് അതിന് ശേഷം ലഭിക്കുന്ന സ്പെക്ട്രത്തിൽ ആബ്സെൻ്റ് ആയിട്ട് ഡാർക്ക് ലൈൻസോ ബാൻഡ്സോ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്ര എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു സോഡിയം വേപ്പറിൻ്റെ അബ്സോർപ്ഷൻ സ്പെക്ട്രയിൽ 589 നാനോമീറ്റർ 589.6 നാനോമീറ്റർ വേവ് ലെങ്ത്തുകളുള്ള രണ്ട് ഡാർക്ക് ലൈൻസ് ആണ് കിട്ടുക. ഹൈഡ്രജൻ്റെ നമ്മളൊരു കണ്ടിന്യൂസ് സ്പെക്ട്രയെ ഹൈഡ്രജനിലൂടെ പാസ് ചെയ്യാന്ന് കരുതുക. ഹൈഡ്രജനിൽ ഹൈഡ്രജൻ എന്ത് ചെയ്യും, എക്സൈറ്റേഷന് വേണ്ടിയിട്ട് ലോവർ എനർജി ലെവൽ ടു ഹയർ എനർജി ലെവലിൽ എക്സൈറ്റേഷന് വേണ്ടിയിട്ട് 4 വേവ് ലെങ്ത്തുകളിലുള്ള ഫോട്ടോൺസിനെ അല്ലെ എന്ത് ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അതിനുശേഷം ഈ ഹൈഡ്രജൻ ഗ്യാസിന് വരുന്ന സ്പെക്ട്ര എന്ന് പറയുന്നത്, ഹൈഡ്രജൻ ഗ്യാസ് ഇല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് സ്പെക്ട്ര കിട്ടുക. പക്ഷേ ഹൈഡ്രജൻ ഗ്യാസിന് ഇവിടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന സ്പെക്ട്രയിൽ 4 ലൈൻസ് ഡാർക്ക് ലൈൻസ് കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ 4 ഡാർക്ക് ലൈൻസ് ആണ് ഈ പറയുന്ന ഹൈഡ്രജൻ്റെ അബ്സോർപ്ഷൻ സ്പെക്ട്രയിൽ ഉണ്ടാവുക. അബ്സോർപ്ഷൻ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ കൺസിസ്റ്റ് 4 ഡാർക്ക് ലൈൻസ്. ഓക്കെ, ഇനി സോളിഡ്സ് ലിക്വിഡ്സ് അതിലൂടെയൊക്കെ നമ്മൾ കണ്ടിന്യൂസ് സ്പെക്ട്ര കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അബ്സോർപ്ഷൻ സ്പെക്ട്ര അബ്സോർപ്ഷൻ ബാൻഡ് സ്പെക്ട്ര ആയിരിക്കും. അതായത് ഡാർക്ക് ലൈൻസിന് പകരം ഡാർക്ക് ബാൻഡ്സ് ആയിരിക്കും സ്പെക്ട്രകളിൽ നമുക്ക് കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ എമിഷൻ സ്പെക്ട്രയും അബ്സോർപ്ഷൻ സ്പെക്ട്രയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എമിഷൻ സ്പെക്ട്ര ഉണ്ടാവാനുള്ള കാരണം എന്താണ്,
ഡി-എക്സൈറ്റേഷൻ ഓഫ് ആറ്റംസ് ഫ്രം ഹയർ എനർജി ലെവൽ ടു ലോവർ എനർജി ലെവൽ അല്ലേ. ആറ്റംസ് എന്ത് ചെയ്യാണ്, ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവൽസിലേക്ക് ഡി-എക്സൈറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആ എനർജി ഡിഫറൻസ് ഫോട്ടോൺസിൻ്റെ രൂപത്തിൽ എമിറ്റ് ചെയ്യപ്പെടുന്നു. ആ ഫോട്ടോൺസ് ചേർന്നിട്ടാണ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്സ് ഉള്ള ലൈൻസോ ബാൻഡ്സോ ഒക്കെ ഉള്ള എമിഷൻ സ്പെക്ട്ര നമുക്ക് കിട്ടുന്നത്. എന്നാൽ അബ്സോർപ്ഷൻ സ്പെക്ട്രയ്ക്ക് കാരണം excitation of atoms from lower energy level to higher energy level by absorbing photons of corresponding wavelength from the continuous spectra which is passed through that particular substance. ഒരു സബ്സ്റ്റൻസിലൂടെ പാസ് ചെയ്യുന്ന കണ്ടിന്യൂസ് സ്പെക്ട്രയിൽ നിന്ന് കറസ്പോണ്ടിങ് വേവ് ലെങ്ത്തുകൾ അബ്സോർബ് ചെയ്തുകൊണ്ട് ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവൽസിലേക്ക് ആറ്റംസ് എക്സൈറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആ കണ്ടിന്യൂസ് സ്പെക്ട്രയിൽ കുറേ ഡാർക്ക് ലൈൻസും ഡാർക്ക് ബാൻഡ്സും ഒക്കെ കിട്ടുന്നു. അതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എമിഷൻ സ്പെക്ട്രയും അബ്സോർപ്ഷൻ സ്പെക്ട്രയും മനസ്സിലാക്കുക. ഓക്കെ, absorption spectra നോക്കുക. It consists dark lines on a continuous spectra due to the energy absorption by the atoms of a substance through which continuous spectra is passed. Continuous spectra പാസ് ചെയ്യുമ്പോൾ ഒരു സബ്സ്റ്റൻസിലെ ആറ്റംസ് എനർജി അബ്സോർബ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് കണ്ടിന്യൂസ് സ്പെക്ട്രയിൽ കുറേ ഡാർക്ക് ലൈൻസ് കിട്ടുന്നു. അത്തരം സ്പെക്ട്രയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എമിഷൻ സ്പെക്ട്ര. അബ്സോർബ്ഡ് എനർജി ഈസ് യൂസ്ഡ് ഫോർ ദ എക്സൈറ്റേഷൻ ബൈ ദ ആറ്റംസ്. ഈ അബ്സോർബ് ചെയ്യുന്ന എനർജി എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവൽസിലേക്ക് ആറ്റംസിനെ എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യപ്പെടുന്നു. എക്സാമ്പിൾ നോക്കുക. വെൻ എ കണ്ടിന്യൂസ് എമിഷൻ സ്പെക്ട്ര ഈസ് പാസ്ഡ് ത്രൂ സോഡിയം വേപ്പർ വി ഒബ്റ്റെയിൻ സ്പെക്ട്ര കൺസിസ്റ്റ് 2 ഡാർക്ക് ലൈൻസ് ഓഫ് വേവ് ലെങ്ത് 589 നാനോമീറ്റർ ആൻഡ് 589.6 നാനോമീറ്റർ. ഓക്കെ, അതായത് ഒരു കണ്ടിന്യൂസ് എമിഷൻ സ്പെക്ട്ര സോഡിയം വേപ്പറിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്പെക്ട്രയിൽ 2 ഡാർക്ക് ലൈൻസ് ഉണ്ടാവും. 589 നാനോമീറ്ററിൻ്റെയും 589.6 നാനോമീറ്ററിൻ്റെയും. അതാണ് സോഡിയത്തിൻ്റെ absorption spectra. Absorption spectra of hydrogen consists of 4 dark lines. ഹൈഡ്രജൻ്റെ absorption spectra 4 dark lines consist ചെയ്യുന്നു. When continuous spectra is passed through solids or liquids we get absorption band spectra. Continuous spectra നമ്മൾ സോളിഡ്സിലൂടെയും ലിക്വിഡ്സിലൂടെയൊക്കെ കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് absorption band spectra ആണ് കിട്ടുന്നത്. പിന്നെ in simple words emission spectra is due to de-excitation of atoms from higher energy levels to lower energy ലെവൽസ് അല്ലേ. ഈ എമിഷൻ സ്പെക്ട്രം ഉണ്ടാകുന്നതിന് കാരണം ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവൽസിലേക്ക് ആറ്റംസ് ഡി-എക്സൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. എനർജി ഡിഫറൻസ് ഫോട്ടോൺസ് ആയിട്ട് എമിറ്റ് ചെയ്യപ്പെടുകയാണ്. ആ ഫോട്ടോൺസ് ചേർന്നിട്ടാണ് ലൈൻസും ബാൻഡ്സും ഒക്കെ എമിഷൻ സ്പെക്ട്രയിൽ കിട്ടുന്നത്. അബ്സോർപ്ഷൻ സ്പെക്ട്ര ഈസ് ഡ്യൂ ടു ദ എക്സൈറ്റേഷൻ ഓഫ് ആറ്റംസ് ഫ്രം ലോവർ എനർജി ലെവൽസ് ടു ഹയർ എനർജി ലെവൽസ് ബൈ അബ്സോർബിംഗ് കറസ്പോണ്ടിങ് വേവ് ലെങ്ത്സ് ഫ്രം കണ്ടിന്യൂസ് സ്പെക്ട്ര. അതായത് ഒരു കണ്ടിന്യൂസ് സ്പെക്ട്ര ഒരു സബ്സ്റ്റൻസിലൂടെ കടന്നു പോകുന്ന സമയത്ത് ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവൽസിലേക്ക് ആറ്റംസ് അതിൽ നിന്ന് സം വേവ് ലെങ്ത്തുകൾ അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റ് ചെയ്യുന്നു അല്ലേ. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഡാർക്ക് ലൈൻസും ഡാർക്ക് ബാൻഡ്സും ഒക്കെ പിന്നെയുള്ള ആ സ്പെക്ട്രത്തിൽ കിട്ടുന്നു. അതിനെയാണ് നമ്മൾ ബാൻഡ് സ്പെക്ട്ര എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയുമാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. എമിഷൻ സ്പെക്ട്രവും അബ്സോർപ്ഷൻ സ്പെക്ട്രവും അപ്പോൾ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് EM വേവ് ഇൻ സ്പെക്ട്രോസ്കോപ്പി. സ്പെക്ട്രോസ്കോപ്പിയിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ എങ്ങനെയാണ് നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നോക്കുക, നമുക്കറിയാം ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിക്കോട്ടെ, റേഡിയോ വേവോ മൈക്രോവേവോ വിസിബിൾ ലൈറ്റോ എന്തോ ആയിക്കോട്ടെ, അതിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പീരിയോഡിക്കലി ചേഞ്ച് ചെയ്യുന്നു അല്ലേ, സൈനുസോയിഡലി ചേഞ്ച് ചെയ്യുന്നു. നമുക്കതിൻ്റെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എങ്ങനെയാണ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഇലക്ട്രോ ഡൈനാമിക്സിലൊക്കെ നമ്മൾ വരച്ച് കാണിച്ചാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്തായാലും അതുകൊണ്ട് തന്നെ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന് നമുക്കൊരു സൈൻ ഫംഗ്ഷനായിട്ട് സൈനുസോയിഡലായിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതൊരു സൈൻ ഫംഗ്ഷനായിട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റും അല്ലേ. ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ചസ് പീരിയോഡിക്കലി ഇൻ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഹെൻസ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ സൈൻ ഫംഗ്ഷൻ ആസ് y is equal to a sin omega t. അങ്ങനെ എഴുതാം. ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ എ ആംപ്ലിറ്റ്യൂഡ് ആണ്, ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി ആണ്, ഒമേഗ 2π ന്യൂ ആണ് അല്ലേ. അപ്പോൾ y is equal to a sin 2π ന്യൂ t, ന്യൂ ഫ്രീക്വൻസി. ഇവിടെ t എന്ന് പറയുന്നത് എക്സ് ഡിസ്റ്റൻസ് ആണ് വേവ് ട്രാവൽ ചെയ്യുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ വെലോസിറ്റി നമുക്കറിയാം c ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി x/c ആണ് t. അപ്പോൾ ടിക്ക് ഇവിടെ x/c എന്ന് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ y is equal to a sin 2π ന്യൂ x/c എന്ന് കിട്ടുന്നു. ഇവിടെ ന്യൂ ബൈ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ന്യൂ സി ഈക്വൽ ടു c ബൈ ലാംഡയാണ്. അപ്പോൾ ന്യൂ ബൈ സി എന്താണ് വരിക? 1 ബൈ ലാംഡയാണ് അല്ലേ. ന്യൂ ബൈ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈ ലാംഡയാണ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ന്യൂ ബൈ സിയുടെ സ്ഥാനത്ത് 1 ബൈ ലാംഡ. അപ്പോൾ y is equal to a sin 2π x ബൈ ലാംഡ. അപ്പോൾ ഈ രീതിയിലാണ് സ്പെക്ട്രോസ്കോപ്പിയിലെ ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇൻ സ്പെക്ട്രോസ്കോപ്പി ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് a sin 2π x ബൈ ലാംഡ. a ആംപ്ലിറ്റ്യൂഡ്, x അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ്, ലാംഡ വേവ് ലെങ്ത് ആണ്. ഓക്കെ, ഇവിടെ നോക്കുക ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ദ സ്പെക്ട്രം
നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഇനി റേഡിയോ ഫ്രീക്വൻസി റേഞ്ച് ഉണ്ട്, മൈക്രോവേവ് ഫ്രീക്വൻസി റേഞ്ച് ഉണ്ട്, വിസിബിൾ ലൈറ്റ് ഉണ്ട്, ഇൻഫ്രാറെഡ്, പല റീജിയണിലും നമുക്ക് സ്പെക്ട്രം കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ലാംഡയിലാണ്, ഓരോന്നിൻ്റെയും ലാംഡയിലാണ് മാറ്റം അല്ലേ. വേവ് ലെങ്ത് ലാംഡ ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ദ സ്പെക്ട്രം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ദ സ്പെക്ട്രമാണ്. ഓക്കെ, അപ്പോൾ അതിനകത്തൊക്കെ ഈ ലാംഡകൾ വ്യത്യസ്തമാണ് അല്ലേ. അതായത് ഈ ലാംഡ ഡിഫറെൻറ്റ് ലാംഡയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഈ സബ്സ്റ്റൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിഫറെൻറ്റ് റേഞ്ചിൽ ഡിഫറെൻറ്റ് റീജിയണിൽ നമുക്ക് സ്പെക്ട്രം കിട്ടുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കുക, ഇവിടെ ഒരു റേഡിയേഷൻ്റെ ലാംഡ മൈക്രോവേവ് റീജിയണിലാണെന്ന് കരുതുക, മൈക്രോവേവ് ഫ്രീക്വൻസി മൈക്രോവേവ് വേവ് ലെങ്ത് റേഞ്ച് ആണെന്ന് കരുതുക, ഒരു മൈക്രോവേവ് ആണെന്ന് കരുതുക. അപ്പോൾ അതിനൊരു പർട്ടിക്കുലർ വേവ് ലെങ്ത് ആയിരിക്കും. അത് സബ്സ്റ്റൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം ഏത് റീജിയണിലായിരിക്കും? മൈക്രോവേവ് റീജിയണിലായിരിക്കും. ഇനി ഇൻഫ്രാറെഡ് ൻ്റെ ആ വേവ് ലെങ്ത് ഉള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് ഇതെങ്കിൽ അത് സബ്സ്റ്റൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഇൻഫ്രാറെഡ് റീജിയണിലുള്ള സ്പെക്ട്ര ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ലാംഡ വേവ് ലെങ്ത് മാറുന്നതിനനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് റേഞ്ചിൽ നമുക്ക് സ്പെക്ട്രം കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നതും അതാണ്, ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ദ സ്പെക്ട്രം. ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് സ്പെക്ട്രം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ റേഡിയോ ഫ്രീക്വൻസി റീജിയൻ ആണ് പറയുന്നത്. അപ്പോൾ റേഡിയോ ഫ്രീക്വൻസി റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 10⁶ ഹെഡ്സ് മുതൽ 3 × 10⁻10 ഹെഡ്സ് വരെ ഉള്ള ഫ്രീക്വൻസി റീജിയനാണ്. അപ്പോൾ ആ റീജിയനിൽ സ്പെക്ട്ര കിട്ടുന്നതിനുള്ള കാരണം ഒരു സബ്സ്റ്റൻസ്, അതിനകത്ത് ആറ്റംസ് ഉണ്ട്, ആറ്റംസിനകത്ത് ന്യൂക്ലിയോൺസും ഇലക്ട്രോൺസും ഒക്കെ ഉണ്ട്. അതിൻ്റെ സ്പിൻ റിവേഴ്സൽ കാരണം അല്ലേ, ആ ആറ്റംസ് ഒരു ട്രാൻസിഷൻ നടക്കുകയാണ്, ഒരു എനർജി ലെവലിൽ നിന്ന് മറ്റൊരു എനർജി ലെവലിലേക്കുള്ളൊരു ട്രാൻസിഷൻ. അതിലെ ഇലക്ട്രോൺസിൻ്റെയും അതുപോലെ തന്നെ ന്യൂക്ലിയോൺസിൻ്റെയൊക്കെ ഒരു സ്പിൻ റിവേഴ്സൽ കാരണം ഉണ്ടാവുന്നു. അതിൻ്റെ ഫലമായിട്ട് ആ എനർജി ലെവൽസിൻ്റെ ഇടയിലുള്ള എനർജി ഡിഫറൻസ്, അത് എക്സൈറ്റേഷൻ ആണെങ്കിൽ അവിടെ എമിഷൻ സ്പെക്ട്രവും എക്സൈറ്റേഷൻ ആണെങ്കിൽ അവിടെ അബ്സോർപ്ഷൻ സ്പെക്ട്രവും കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് റേഡിയോ ഫ്രീക്വൻസി റീജിയനിലെ സ്പെക്ട്രം. 3 × 10⁶ ഹെഡ്സ് മുതൽ 3 × 10⁻10 ഹെഡ്സ് വരെ ആ റീജിയനിലാണ് സ്പെക്ട്ര കിട്ടുന്നത്. ഇനി നമ്മൾ ഇൻഫ്രാറെഡ് റീജിയൻ സ്പെക്ട്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില മോളിക്യൂൾസ്, നമ്മളതിനെ മൈക്രോവേവ്, ഇൻഫ്രാറെഡ് അല്ല, ഇനി മൈക്രോവേവ് റീജിയൻ സ്പെക്ട്രമാണ് അടുത്തത്. ചില മൈക്രോവേവ് ആക്റ്റീവ് മോളിക്യൂൾസ് ഉണ്ട്, അതൊക്കെ നമ്മൾ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി അടുത്ത ചാപ്റ്ററിൽ പറയും. അപ്പോൾ അതെന്താ മൈക്രോവേവ് ആക്റ്റീവ് മോളിക്യൂൾസിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അത്തരം മോളിക്യൂൾസിൻ്റെ ഒരു പ്രത്യേകത, ആ മോളിക്യൂൾസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് അതിലൂടെ പാസ് ചെയ്യുന്ന റേഡിയേഷൻസ് അബ്സോർബ് ചെയ്തിട്ട് അല്ലേ റൊട്ടേഷൻ എനർജി ലെവൽസിൻ്റെ ഇടയിൽ ട്രാൻസിഷൻ നടക്കും. അങ്ങനെ റൊട്ടേഷൻ എനർജി ലെവൽസിൻ്റെ ഇടയിൽ ട്രാൻസിഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ ഒന്നില്ലെങ്കിൽ എക്സൈറ്റേഷൻ ആയിരിക്കും സംഭവിക്കുക അല്ലെ, ഒരു റൊട്ടേഷൻ എനർജി ലെവലിൽ നിന്ന് മറ്റൊരു റൊട്ടേഷൻ എനർജി ലെവലിലേക്ക്, ഹയറിൽ നിന്ന് ലോവറിലേക്ക് എക്സൈറ്റേഷൻ നടക്കും. അപ്പോൾ ഒരു എമിഷൻ സ്പെക്ട്ര കിട്ടും. അല്ലെങ്കിൽ ഈ മോളിക്യൂൾസ് റേഡിയേഷനുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കാരണം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ലോവർ മൈക്രോവേവ് എനർജി ലെവലിൽ നിന്ന് അല്ലെങ്കിൽ ലോവർ റൊട്ടേഷൻ എനർജി ലെവലിൽ നിന്ന് ഹയർ റൊട്ടേഷൻ എനർജി ലെവലിലേക്ക് എക്സൈറ്റേഷൻ നടക്കും. അപ്പോൾ അവിടെ അബ്സോർപ്ഷൻ സ്പെക്ട്രം ആയിരിക്കും കിട്ടുക. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ കിട്ടുന്ന സ്പെക്ട്രം 3 × 10⁻10 ഹെഡ്സ് മുതൽ 3 × 10⁻12 ഹെഡ്സ് വരെ ആ ഒരു ഫ്രീക്വൻസി റീജിയനിലായിരിക്കും. അതിനെയാണ് നമ്മൾ മൈക്രോവേവ് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ റൊട്ടേഷണൽ സ്പെക്ട്രം എന്നൊക്കെ വിളിക്കും. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, റേഡിയോ വേവ് സ്പെക്ട്രം കിട്ടാനുള്ള കാരണം സ്പിൻ റിവേഴ്സൽ ഓഫ് ന്യൂക്ലിയോൺസ് ഓർ ഇലക്ട്രോൺസ് വിത്തിൻ ദ ആറ്റംസ് ആണ്. മൈക്രോവേവ് സ്പെക്ട്രം കിട്ടാനുള്ള കാരണം ട്രാൻസിഷൻ ബിറ്റ്വീൻ റൊട്ടേഷൻ എനർജി ലെവൽസ് ഓഫ് ദ ആറ്റംസ് ആണ്. ഓക്കെ, അത് മൈക്രോവേവ് ആക്റ്റീവ് മോളിക്യൂൾസിൽ മാത്രമാണ് കാണാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നോക്കുക, റേഡിയോ ഫ്രീക്വൻസി റേഞ്ച് ആണ് ആദ്യം പറയുന്നത്. സ്പെക്ട്ര ഫോംഡ് ഇൻ ദ ഫ്രീക്വൻസി റേഞ്ച് റീജിയൻ ഡ്യൂ ടു സ്പിൻ റിവേഴ്സൽ ഓഫ് ന്യൂക്ലിയോൺസ് ഓർ ഇലക്ട്രോൺസ് വിത്തിൻ ആറ്റംസ്. ഓക്കെ, ഈ റേഡിയോ ഫ്രീക്വൻസി റീജിയനിൽ സ്പെക്ട്ര കിട്ടുന്നതിനുള്ള കാരണം ആറ്റംസിനകത്തെ ഇലക്ട്രോൺസും ന്യൂക്ലിയോൺസും സ്പിൻ റിവേഴ്സൽ ഉണ്ടാവുന്നതിനാലാണ്. എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് എനർജി ലെവൽസ് മസ്റ്റ് ബി ബിറ്റ്വീൻ 0.001 ജൂൾ പെർ മോൾ ടു 10 ജൂൾ പെർ മോൾ അല്ലേ. അപ്പോൾ ഈ സ്പിൻ റിവേഴ്സൽ കാരണമുള്ള എനർജി ലെവൽസ് ഉണ്ടല്ലോ, ഒരു പർട്ടിക്കുലർ സ്പിൻ റിവേഴ്സലുള്ള എനർജി ലെവൽ അല്ലേ, മറ്റൊരു സ്പിൻ റിവേഴ്സൽ വേറൊരു എനർജി ലെവലിലും അത് തമ്മിലുള്ള അഡ്ജസൻ്റ് ആയിട്ടുള്ള അങ്ങനെയുള്ള രണ്ട് എനർജി ലെവൽസ് തമ്മിലുള്ള എനർജി ഡിഫറൻസ് 0.001 ജൂൾ മോൾ ടു 10 ജൂൾ പെർ മോൾ ആണ്. ഓക്കെ, ഫ്രീക്വൻസി ഓഫ് സ്പെക്ട്ര ബിറ്റ്വീൻ 3 × 10⁻6 ഹെഡ്സ് ആൻഡ് 3 × 10⁻10 ഹെഡ്സ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക്
കിട്ടുന്ന സ്പെക്ട്രൽ ലൈൻസ് 3×10⁶ ഹെഡ്സ് മുതൽ 3×10⁻10 ഹെഡ്സ് വരെ ആയിരിക്കും. അത് റേഡിയോ ഫ്രീക്വൻസി റേഞ്ചാണ്. അതുകൊണ്ടാണ് ഇതിനെ റേഡിയോ ഫ്രീക്വൻസി റേഞ്ച് ഉള്ള സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. വേവ് ലെങ്ത് ഓഫ് സ്പെക്ട്ര റേഞ്ചിങ് ഫ്രം 10 mm to 1 cm അല്ലേ. ഈ സ്പെക്ട്രയുടെ വേവ് ലെങ്ത് 10 mm മുതൽ 1 cm വരെ ആയിരിക്കും. ആ റേഞ്ചിലുള്ള വേവ് ലെങ്ത് ഉള്ള സ്പെക്ട്രയാണ് നമ്മൾ ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, റേഡിയോ ഫ്രീക്വൻസി റേഞ്ച് എന്നുള്ള കാറ്റഗറിയിൽ. പിന്നെ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസണൻസ്, ഇലക്ട്രോൺ സ്പിൻ റെസണൻസ്, ഇതൊക്കെ ഈ ഒരു റീജിയനിലാണ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്, ഈ ഒരു ഫ്രീക്വൻസി റേഞ്ചിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത്രയുമാണ് റേഡിയോ ഫ്രീക്വൻസി റേഞ്ച് പറയുന്നത്. ഈ മൈക്രോവേവ് റീജിയനിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പെക്ട്ര ഈസ് ഫോംഡ് ഡ്യൂ ടു ദ interaction of radiation with a substance in which microwave active molecules are rotating or make transition between rotation energy levels. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ, അതായത് ഈ മൈക്രോവേവ് റീജിയനിൽ സ്പെക്ട്ര കിട്ടാനുള്ള കാരണം മൈക്രോവേവ് ആക്റ്റീവായിട്ടുള്ള മോളിക്യൂൾസ് റേഡിയേഷനുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ട് റൊട്ടേഷൻ എനർജി ലെവൽസിൻ്റെ ഇടയിൽ ട്രാൻസിഷൻ നടക്കുകയോ അല്ലെങ്കിൽ മോളിക്യൂൾസ് റൊട്ടേറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഇൻ ദീസ് റേഞ്ച് ഫ്രീക്വൻസി റേഞ്ചസ് ഫ്രം 3×10⁻10 ഹെഡ്സ് ടു 3×10⁻12 ഹെഡ്സ്. ഇവിടെ ഫ്രീക്വൻസി റേഞ്ച് ചെയ്യുന്നത്, ഫ്രീക്വൻസിൻ്റെ റേഞ്ച് നോക്കുക, 3×10⁻10 മുതൽ 3×10⁻12 വരെയാണ്. ഹിയർ വേവ് ലെങ്ത് റേഞ്ചസ് ഫ്രം 1 cm to 100 മൈക്രോമീറ്റർ. ഇവിടെ വേവ് ലെങ്ത് 1 cm മുതൽ 100 മൈക്രോമീറ്റർ വരെ ആ ഒരു റേഞ്ചിലാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് റീജിയൻ ഇൻഫ്രാറെഡ് റീജിയൻ ആണ്. അപ്പോൾ നമ്മൾ മൈക്രോവേവ് റീജിയൻ കണ്ടു, അതായത് ചില സബ്സ്റ്റൻസ് അതിനകത്ത് മൈക്രോവേവ് മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പോൾ ആ മോളിക്യൂൾസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്, കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുകയാണെങ്കിൽ റൊട്ടേഷൻ എനർജി ലെവൽസിൻ്റെ ഇടയിൽ മോളിക്യൂൾസിൻ്റെ ഒരു ട്രാൻസിഷൻ നടക്കുകയാണ്. ആ ട്രാൻസിഷൻ കാരണം നമുക്ക് ലഭിക്കുന്ന സ്പെക്ട്രം അതായിരുന്നു മൈക്രോവേവ് റീജിയനിൽ കിട്ടുന്ന സ്പെക്ട്രം. പക്ഷേ വേറെ ചില സബ്സ്റ്റൻസിലെ മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോളിക്യൂൾസ് വൈബ്രേഷണൽ എനർജി ലെവൽസിൻ്റെ ഇടയിൽ ട്രാൻസിഷൻ നടക്കും. അപ്പോൾ ആ സബ്സ്റ്റൻസ് ഇൻഫ്രാറെഡ് ആക്റ്റീവ് ആണെങ്കിൽ, നമ്മൾ ഇൻഫ്രാറെഡ് ആക്റ്റീവ് നമ്മൾ അടുത്ത ചാപ്റ്റർ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയാണ്, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ഇൻഫ്രാറെഡ് ആക്റ്റീവ് മോളിക്യൂൾസ് ഉള്ള സബ്സ്റ്റൻസ്, അതിലെ മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് വൈബ്രേഷൻ എനർജി ലെവൽസിൻ്റെ ഇടയിൽ മോളിക്യൂൾസ് ട്രാൻസിഷന് വിധേയമാവുന്നു. അവിടെ എക്സൈറ്റേഷനാണ് നടക്കുന്നതെങ്കിൽ, അല്ലെ, ലോവർ വൈബ്രേഷൻ എനർജി ലെവലിൽ നിന്ന് ഹയർ വൈബ്രേഷൻ എനർജി ലെവലിലേക്കുള്ള എക്സൈറ്റേഷനാണ് നടക്കുന്നതെങ്കിൽ അവിടെ ഇൻഫ്രാറെഡ് റീജിയനിൽ ഒരു അബ്സോർപ്ഷൻ സ്പെക്ട്രയും, എന്നാൽ ഡി എക്സൈറ്റേഷനാണ് നടക്കുന്നതെങ്കിൽ, വൈബ്രേഷൻ എനർജി ലെവൽസിൻ്റെ ഇടയിൽ ഡി എക്സൈറ്റേഷനാണ് നടക്കുന്നതെങ്കിൽ അവിടെ എമിഷൻ സ്പെക്ട്രയും ഈ ഇൻഫ്രാറെഡ് റീജിയനിലാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇൻഫ്രാറെഡ് റീജിയൻ്റെ ആ ഒരു ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 3×10⁻14 ഹെഡ്സ് ടു 3×16 ഹെഡ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സ്പെക്ട്രയെ നമ്മൾ ഇൻഫ്രാറെഡ് സ്പെക്ട്ര അല്ലെങ്കിൽ വൈബ്രേഷണൽ സ്പെക്ട്ര എന്നാണ് വിളിക്കുക. നെക്സ്റ്റ് വിസിബിൾ ഓർ അൾട്രാവയലറ്റ് റീജിയൻ ആണ് പറയണത്. അത് കുറച്ചുകൂടി എളുപ്പമാണ്. ഈ ആറ്റംസിനകത്ത് ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോണിക് എനർജി ലെവൽസ് ഉണ്ട് അവയ്ക്ക്. ആ ഇലക്ട്രോണിക് എനർജി ലെവൽസിൻ്റെ ഇടയിൽ അവ ട്രാൻസിഷന് വിധേയമാവുമ്പോൾ, റേഡിയേഷൻ ഈ സബ്സ്റ്റൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഇലക്ട്രോണിക് എനർജി ലെവൽസിൻ്റെ ഇടയിൽ ഇലക്ട്രോൺസ് ട്രാൻസിഷന് വിധേയമാവുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ഡി എക്സൈറ്റേഷൻ നടക്കുന്നു, അല്ലെങ്കിൽ എക്സൈറ്റേഷൻ നടക്കുന്നു. അതിനനുസരിച്ചിട്ട് എമിഷൻ സ്പെക്ട്ര, അബ്സോർപ്ഷൻ സ്പെക്ട്രയൊക്കെ ഈ വിസിബിൾ ലൈറ്റിൻ്റെ റീജിയനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3×10⁻16 ഹെഡ്സ് ടു 3×10⁻18 ഹെഡ്സ് ഫ്രീക്വൻസി റേഞ്ചിൽ നമുക്ക് കിട്ടും. അതിനെയാണ് നമ്മൾ അൾട്രാവയലറ്റ് റീജിയൻ അല്ലെങ്കിൽ വിസിബിൾ റീജിയനിൽ കിട്ടുന്ന സ്പെക്ട്ര എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് എക്സ്റേ സ്പെക്ട്രമാണ്. ആറ്റംസിലെ ഇന്നർ ഇലക്ട്രോൺസ് അവയുടെ എനർജി ലെവൽസിൻ്റെ ഇടയിൽ ട്രാൻസിഷന് വിധേയമാവുന്നതിൻ്റെ ഫലമായിട്ടാണ് എക്സ്റേ റീജിയനിലെ സ്പെക്ട്രം കിട്ടുന്നത്. ഓക്കെ, അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് 3×10⁻18 ഹെഡ്സ് ടു 3×10⁻20 ഹെഡ്സ് ഒക്കെയാണ്. പിന്നെ ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ഗാമ റീജിയനിൽ കിട്ടുന്ന സ്പെക്ട്രമാണ്. ഗാമ റീജിയനിൽ സ്പെക്ട്ര കിട്ടാനുള്ള കാരണം ന്യൂക്ലിയർ എനർജി ലെവൽസിൻ്റെ ഇടയിലുള്ള ട്രാൻസിഷനാണ്. ന്യൂക്ലിയോൺസ് ന്യൂക്ലിയർ എനർജി ലെവൽസിൻ്റെ ഇടയിൽ ട്രാൻസിഷന് വിധേയമാവുന്നതിൻ്റെ ഫലമായിട്ട്, റേഡിയേഷൻ സബ്സ്റ്റൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഇത്തരം ട്രാൻസിഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ പറയുന്ന ഗാമ റീജിയനിൽ സ്പെക്ട്രം കിട്ടുന്നത്. ഇൻഫ്രാറെഡ് റീജിയൻ, ഇൻ ദിസ് റീജിയൻ സ്പെക്ട്രം ഈസ് ഒബ്റ്റൈൻഡ് ഡ്യൂ ടു വൈബ്രേറ്റിംഗ് ഇൻഫ്രാറെഡ് ആക്റ്റീവ് മോളിക്യൂൾസ്. ഇൻഫ്രാറെഡ് ആക്റ്റീവ് മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻ കാരണമാണ് റീജിയനിൽ സ്പെക്ട്ര കിട്ടുന്നത്. എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് വൈബ്രേഷൻ എനർജി ലെവൽസ് ഈസ് 10⁻14 J/mol. അഡ്ജസൻറ്റ് വൈബ്രേഷൻ എനർജി ലെവൽസിൻ്റെ ഇടയിലുള്ള എനർജി ഡിഫറൻസ് 10⁻14 J/mol ആണ്. ഫ്രീക്വൻസി റേഞ്ചിങ് ഫ്രം 3×10⁻12 to 3×10⁻14 ഹെഡ്സ്. വേവ് ലെങ്ത് റേഞ്ചിങ് ഫ്രം 10 മൈക്രോമീറ്റർ to 1 micrometer. ഓക്കെ, then visible and ultraviolet region, here transition of electrons between electronic energy levels produce spectrum. ഇലക്ട്രോണിക് എനർജി ലെവൽസിൻ്റെ ഇടയിൽ ഇലക്ട്രോൺസ് ട്രാൻസിഷൻ വിധേയമാവുന്നതിനാലാണ് ഈ റീജിയനിൽ സ്പെക്ട്രം കിട്ടുന്നത്. എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ഇലക്ട്രോണിക് എനർജി ലെവൽസ് 100 kJ/mol ആണ്.
ഫ്രീക്വൻസി റേഞ്ചിങ് ഫ്രം 3 into 10 raised to 14 Hz to 3 into 10 raised to 16 Hz ആണ്. വേവ് ലെങ്ത് റേഞ്ചിങ് ഫ്രം 1 micrometer to 10 picometer ആണ്. ഓക്കെ, എക്സ്റേ റീജിയൻ നോക്കുക. ഹിയർ സ്പെക്ട്ര ഈസ് ഫോംഡ് ഡ്യൂ ടു ട്രാൻസിഷൻ ഓഫ് ഇന്നർ ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ദെയർ എനർജി ലെവൽസ്. ഇന്നർ ഇലക്ട്രോൺസിന്റെ എനർജി ലെവൽസിന്റെ ഇടയിൽ ട്രാൻസിഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ടാണ് എക്സ്റേ റീജിയനിൽ സ്പെക്ട്രം കിട്ടുന്നത്. എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്ജസന്റ് എനർജി ലെവൽസ് ഈസ് 10,000 kJ/mol. Frequency ranging from 3 into 10 raised to 16 Hz to 3 into 10 raised to 18 Hz. Wavelength ranging from 10 nanometer to 1 nanometer in this region. Gamma region നോക്കുക. Transition between nuclear energy levels produce spectra in this region. Nucleons, nuclear energy levels ന്റെ ഇടയിൽ ട്രാൻസിഷൻ വിധേയമാവുന്നതുകൊണ്ടാണ് ഈ റീജിയനിൽ സ്പെക്ട്ര കിട്ടുന്നത്. Frequency range is between 3 into 10 raised to 18 Hz to 3 into 10 raised to 20 Hz. 3 into 10 raised to 18 Hz മുതൽ 3 into 10 raised to 20 Hz ഫ്രീക്വൻസി വരെയുള്ള റീജിയൻ ആണിത്. Wavelength ranging from 10 nanometer to 100 picometer. Energy difference between adjacent nuclear energy levels is 10 raised to 11 to 10 raised to 12 Joule/mol. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റീജിയൻസ് ഓഫ് ദ സ്പെക്ട്ര എന്ന് പറയുന്ന ഭാഗത്തിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ഭാഗങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് നോക്കുക. താങ്ക് യു.